Hi guys, welcome to our huge new vlog. ഇപ്പോൾ സൂപ്പർ വ്യൂ, വൈഡ് ലെൻസ് അല്ല, സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോഡ് ഇട്ടാണ്. ഹോപ്പ്ഫുള്ളി കുറച്ചെങ്കിലും നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് സീ ഹൗ ബിഗ് തിങ്സ് ആർ ബിഹൈൻഡ് മീ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ചരിത്രമാണ്, ചരിത്രത്തിൻ്റെ അങ്ങ് അറ്റം, ദ ബെസ്റ്റ് ഓഫ് ഹിസ്റ്ററി, ഹെർമിറ്റാജ് മ്യൂസിയം, ദ വേൾഡ് ഫേമസ് ഹെർമിറ്റാജ് മ്യൂസിയത്തിൻ്റെ അകത്താണ് പോകുന്നത്. അതുമാത്രമല്ല, ഇതാണ് വിന്റർ പാലസ്. വിന്റർ പാലസ് ആണ് ഇപ്പോൾ മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ആബ്സല്യൂട്ട്ലി breathtaking. Priya, just pan, just see this. It is absolutely huge. It's huge എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഒരു ദിവസം കൊണ്ടോ ഒരു ആഴ്ച കൊണ്ടോ കണ്ടു തീരാൻ പറ്റില്ല. നമ്മൾ കുറച്ച് 2.5 മണിക്കൂറേ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എൻട്രൻസിൽ ഒരു ടിക്കറ്റ് വാലിഡ് ഉള്ളൂ. സോ വേഗം പോയി മാക്സിമം നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ നോക്കുന്നതാണ്. സോ കം ജോയിൻ us on this historic tour. പക്ഷേ നിങ്ങൾ അവസാനം സ്കിപ്പ് ചെയ്യാതെ കാണുമോ, കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന വഴിയും കൂടെ കാണിക്കും. നമ്മൾ ഓടിപ്പിടിച്ച് വന്നതുകൊണ്ട് നമുക്കത് ഹോഴ്സ് കാരേജസ് ഒക്കെ പോകുന്നു. കൊച്ചു പെൺകുട്ടിയാണ് ഓടിക്കുന്നത്. സോ നമ്മൾ വന്ന വഴിയൊക്കെ ഭയങ്കര ലൈവ്ലി ആയിരുന്നു. നമ്മൾ തിരിച്ചു വന്നിട്ട് ഈ ഒരു ഏരിയ ഒക്കെ കാണിച്ചു തരാം. സോ പ്ലീസ് ഡു വാച്ച് ഓൾ ദിസ് വ്ളോഗ് വിത്തൗട്ട് സ്കിപ്പിംഗ് ആൻഡ് എൻജോയ് ദ ഡേ. അല്ല, അതൊക്കെ ഞാൻ കാണിക്കാം. പ്രിയ, എന്തായിരുന്നു, എന്താണിത്? എനിക്ക് ഒരു കാര്യം പറയട്ടെ. I have never seen such a beautiful country in my life. And this is one of the maybe the best museum in the world. 3 ലക്ഷം എക്സിബിറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത്. 3 ലക്ഷം. പക്ഷേ വി വോണ്ട് ബി ഏബിൾ ടു സീ എവറിത്തിങ്. അത് 2 മണിക്കൂർ ഒരാളെ അലൗ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് എൻട്രൻസ് 500 രൂപയുള്ളൂ. സോ ദാറ്റ് പീപ്പിൾ വിൽ കം അഗെയിൻ ആൻഡ് അഗെയിൻ. മനസ്സിലായോ? ആൻഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ സ്റ്റണ്ണിങ് പ്ലേസ്, ദ ഹെർമിറ്റാജ് മ്യൂസിയം. മേ ബി വൺ ഓഫ് ദ വേൾഡിലെ തന്നെ മോസ്റ്റ് ട്രഷേർഡ് പ്ലേസസ് ആണ്. കാരണം എന്താ, അത്രയും ആർട്ടും കൾച്ചറും ഹിസ്റ്ററി ഒക്കെ പ്രിസർവ് ചെയ്തിരിക്കുന്നതാണ്. എനിക്കൊന്ന് ഇപ്പോൾ ലോകം അവസാനിക്കാൻ പോവുകയൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്ഥലമൊക്കെ ആയിരിക്കും ഫസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. കാരണം അത്രയും ചരിത്രമുണ്ട് ഇതിൻ്റെ അകത്ത്. ലിയോനാർഡോ ഡ വിൻസി എന്നൊക്കെ കേട്ടിട്ടില്ലേ? പുള്ളിയുടെ ഒക്കെ പെയിന്റിംഗ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. Just see how grand and beautiful is this. അതൊക്കെ കാണാൻ കിട്ടുന്ന തന്നെ ഒരു ഭാഗ്യം. നമുക്ക് കാണാൻ പറ്റുമോ അറിയില്ല, കാരണം 2 hours ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് ഏത് വഴിയാ പോകുന്നത് ഒന്നും അറിയില്ലല്ലോ. This is absolutely beautiful. ഇതിന്റെ അകം ഇനി എന്താണെന്ന് അറിയില്ല. ജസ്റ്റ് കയറി നോക്കാം. എന്താ സൈസ് ഇപ്പോഴേക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന്, ഇങ്ങനെ. വേഗം പോ, 5:30 2 മണിക്കൂർ നമുക്ക് കിട്ടുള്ളൂ. My God, guys, I'm honored, I'm privileged, I am proud that ഈ ഒരു സ്ഥലം, എനിക്ക് അറിയില്ല മലയാളത്തിൽ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, പക്ഷേ ടു പ്രസൻറ്റ് ഇറ്റ് ടു യു ഗൈസ് ത്രൂ അവർ ചാനൽ, ഹെർമിറ്റാജ് മ്യൂസിയം. പ്രിയ, നോക്ക്, എനിക്കിൻ്റെ ഹിസ്റ്ററി, ചരിത്രം ഒരു റിസർച്ചും ചെയ്താൽ വന്നിരിക്കുന്നത്. ബിക്കോസ് ഞാൻ തന്നെ ഇവിടെ വന്ന് എനിക്ക് ഓരോന്ന് കണ്ട് പഠിക്കണം എന്നുണ്ടായിരുന്നു. സോ ഞാൻ ഇതിൻ്റെ ഗൂഗിളോ ഒന്നും ചെയ്തിട്ടില്ല. ഐ ജസ്റ്റ് നോ ഇറ്റ് ഇസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് മ്യൂസിയംസ് ഇൻ ദ വേൾഡ് ആൻഡ് ഇറ്റ് ഇസ് സംതിങ് ഗോർജിയസ്. ആൻഡ് ജസ്റ്റ് സീ ദിസ്, ജസ്റ്റ് സീ ദിസ്. പ്രിയ, മുകളിലേക്ക് നോക്ക്. Oh my God. What is this? ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. Art. This is art. This is culture. This is history. This is masterpieces. Geniuses. See, it's so beautiful, no? Just see this. ഇതേ ഞാൻ വൈഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാണാൻ ഒരു സുഖം കാണില്ല, കാരണം ഇങ്ങനെ കാണുന്നതാണ് ഇതിൻ്റെ സുഖം. പക്ഷെ just absolutely stunningly beautiful. അല്ലേ? സീലിംഗ് നോക്കാം. കാണിക്കുക, അത് മുകളിൽ പോയിട്ട് കാണിക്കാം. വാ, എൻ്റെ കഴുത്ത്. What is? Just enjoy the beauty. വേറെ ഒന്നും പറയാനില്ല. പ്രിയ, ഇത് ആക്ച്വലി വിന്റർ പാലസ് ആണ്. നമ്മൾ സമ്മർ പാലസിൽ പോയല്ലോ, ബട്ട് ദിസ് ഇസ് ദ വിന്റർ പാലസ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് കോൾഡ് ജോർഡൻ സ്റ്റെയർ കേസ്. ഇതിനാണ് ജോർഡൻ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത്. ഈ പാലസിൻ്റെ മെയിൻ സ്റ്റെയർ കേസ് ആണ്. ഇത് ഒളിമ്പിക് ഗോഡ്സിനെയൊക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്, ഗ്രീക്ക് ഗോഡ്സ്. മനസ്സിലായോ? അതാണ് മോഡലൊക്കെ. അതൊക്കെ ഗോഡ് ജീവസിന്റെ ഒക്കെ കാണാം, എല്ലാം ഗ്രീക്ക് ഗോഡ്സ് ഒക്കെയാണ് മുകളിൽ. ഇതാണ് അവരുടെ മെയിൻ സ്റ്റെയർ കേസ്. ഈ ഒരു നടന്ന് കയറിക്കൊണ്ടിരുന്നത്. പ്രിയ, നോക്ക് പ്രിയ, നമ്മൾ കയറി വരുന്ന വഴി എന്താ ഇത്? വ്യൂവേഴ്സ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, പ്ലീസ് ഐ റിക്വസ്റ്റ് യു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് പൈസ സേവ് ചെയ്തിട്ട്, ഒരുപാട് പൈസ ഒന്നും വേണ്ട,
പൈസ സേവ് ചെയ്തിട്ട് റഷ്യ വാ ആൻഡ് എൻജോയ് ഓൾ ദിസ്. 500 rupees ഫോർ ദിസ് മ്യൂസിയം. 500 രൂപ ഇൻ വൺ ഓഫ് ദ വേൾഡ്സ് ബെസ്റ്റ് മ്യൂസിയം. I don't know what's happening. I don't know why Russia is so affordable. Maybe they want to promote their art culture. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നാട്ടിലത്തെ കാര്യം ഓർത്ത് വിഷമം വരുന്നത്. നമുക്ക് ഇവരെയും കാട്ടി കൾച്ചറും ഹെറിറ്റേജും ഉള്ളതല്ലേ. എത്ര വർഷം പഴയ സിവിലൈസേഷൻ, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ഇൻ ദ വേൾഡ് അല്ലേ. ഒരു ഹോൾ ഇന്ത്യയുടെ ഒരു എക്സിബിഷൻ ഇതുപോലെ ഒരു കോടിക്കണക്കിന് പൈസ മുടക്കി ചെയ്തായിരുന്നെങ്കിൽ എന്ത് വാല്യൂ ഉണ്ടായേനെ. ബാ, എവിടുന്ന് എടുത്തിട്ട് മതിയാവുന്നില്ല. നമ്മൾ എക്സിബിറ്റ്സ് ഒന്നും കണ്ടു തുടങ്ങിയിട്ടില്ല. പക്ഷെ ഈ പില്ലറൊക്കെ നോക്ക് പറയാ, അതിന്റെ താഴത്തെ ഇത് നോക്ക്, ആ ലൈറ്റ്സ് നോക്ക്. വാട്ട് എ ഗ്രാൻഡ്നെസ്, ആബ്സല്യൂട്ട് ഗ്രാൻഡ്നെസ് ആൻഡ് ഹ്യൂജ്. ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റഡ് പോലത്തെ. ഇതൊക്കെ ദില്ലുവിന്റെ ഇരട്ടി സൈസ് ഉണ്ട് ഒരു പില്ലർ. അതെ. ഇതാണ് മെയിൻ എൻട്രൻസ്. മുകളിലത്തെ ആ വർക്ക് ഒക്കെ കണ്ട. വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ഹാപ്പനിങ്? നമ്മൾ മ്യൂസിയം ആയതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതല്ലേ. വന്നില്ലായിരുന്നെങ്കിൽ എന്ത് മിസ്സായനെ. അവിടെ നോക്ക് പ്രിയ, വ്യൂ നേരെ നെവ റിവർ. പ്രിയ ഈ ഡോർ നോക്ക്. ആ ഡോർ നോക്ക്. ഇതാണ് ഡോറ്. ഇതൊക്കെ 18th century ആണ്. 200 years old doors ആണ്. See this work. My God, I'm so privileged to touch all this. അല്ലേ, റഷ്യ വന്ന് പാലസിൻ്റെ ഒക്കെ ഡോറൊക്കെ തൊടാൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വാട്ട് ഈസ് ദിസ്? പ്രിയ, ദിസ് ഇസ് ബ്യൂട്ടിഫുൾ, നോ? ഇറ്റ് ഇസ് എ ഡോം ഓഫ് മാർബിൾ ഫ്രം കോപ്പൻഹേഗൻ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് നെതർലാൻഡ്സിലെ എന്തോ ചേർച്ചിൻ്റെ ഡോമാണിത്. അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. മൈ ഗോഡ്, ഇറ്റ്സ് ഓൾ മാർബിൾ. മൈ ഗോഡ്, അതിൻ്റെ അകത്ത് വരെ വർക്ക് അല്ലേ? ഹൗ വെൽ പ്രിസർവ്ഡ് ഇറ്റ് ഇസ് അല്ലേ. ജസ്റ്റ് സീ ദിസ്. എന്താണ് പ്രിയ? ഐ എം ജസ്റ്റ് മൈൻഡ് ബ്ലോൺ, ഓവർവെൽംഡ്. പ്രിയ, കാണുന്ന ഷിപ്പില്ലേ, ഇവരുടെ ഒരു ബാറ്റിൽ ഷിപ്പാണ്. എനിക്കത് വൺ ഓഫ് ദ ഫസ്റ്റ് ബാറ്റിൽ ഷിപ്സ് ആണ് റഷ്യയിലെ. അതും മ്യൂസിയം, അതിൻ്റെ അകത്തും പോവാം. പക്ഷെ നമുക്ക് സമയമില്ലാന്ന് തോന്നുന്നു എല്ലാം കൂടെ ചെയ്യാൻ. ഇതൊക്കെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ വരാനുള്ള ഓരോ ഹിസ്റ്ററി സ്റ്റുഡൻറ്റ്, ആർട്ട് സ്റ്റുഡൻസിനൊക്കെ ഡ്രീം ഫ്രം അറൗണ്ട് ദ വേൾഡ്. ഇന്ത്യയുടെ അല്ല, അറൗണ്ട് ദ വേൾഡ്. പെയിൻറ്റിങ് 1844 പെയിൻറ്റിംഗ് ആണ്. പോർട്രേറ്റ് ഓഫ് ഫീൽഡ് മാർഷൽ ജനറൽ. അന്നൊക്കെ പെയിൻറ്റിങ് നോക്ക്. ഇത് വലിയ സൈസല്ലേ. ഇത് നോക്കി. പ്രിയക്ക് പിന്നെ ഇതിലൊക്കെയാണല്ലോ താല്പര്യം. എന്തോ വേസാണ്. മതിയാ? എന്നെക്കാളും പൊക്കമുണ്ട്, എന്നെക്കാളും വെയിറ്റ് ഉണ്ട്. 1828 വേസാണ്. വേസ് റഷ്യ കണ്ട, അതും റഷ്യയില്ല. അതിന് ഇവർക്ക് പോർസലിനുള്ള ഒരു ഒബ്സഷൻ ഉണ്ടല്ലോ, അതും ഉണ്ട് ഇതില്. Why is everything so huge? That is Russia. My God. ഇതിനൊക്കെ ആക്ച്വലി കുറേ ആർട്ട് ലവേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന് മുമ്പിൽ തന്നെ 1 മണിക്കൂർ നിൽക്കും. അതെ, ബിന്ദിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്യാനായിട്ട്. എന്തൊരു റിയാലിറ്റി ആണെന്ന് നോക്ക്. ഇതും 1886 പെയിന്റിംഗ് ആണ്. അതൊക്കെ മാർബിൾ. അതൊന്ന് താഴെ വീണാൽ നമ്മൾ ചത്തുപോകില്ലേ. നമ്മൾ താഴെ നിൽക്കുകയാണെങ്കിൽ ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുള്ളൂ പ്രിയ. നമ്മൾ അതിൻ്റെ അടിയിൽ പോയി നിൽക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. അത് പൊട്ടി താഴെ വീണാലോ. പ്രിയ, ഇത് നോക്ക്. 1844 ഓയിൽ പെയിന്റിംഗ് ആണ്. ഓയിൽ ഓൺ ക്യാൻവസ് എന്ന് പറഞ്ഞാൽ ഇതിലിട്ടിരിക്കുന്നത്. ഇതൊക്കെ റഷ്യയുടെ ലോക്കൽ ആർട്ടാണ്. സംഭവമല്ലേ. ഇത് ആക്ച്വലി റഷ്യയുടെ മാത്രമല്ല, വേൾഡ് വൈഡ് ഉള്ള മ്യൂസിയം ആണിത്. വേൾഡ് വൈഡ് ഉള്ള കളക്ഷൻസ് ഉണ്ട്. ഇതുണ്ട്, ഇതൊക്കെ വേസസ് ആണ്. ഇത് നോക്ക്. അപ്പൊ നമ്മുടെ വേൾഡ് വൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വല്ല ഇന്ത്യയുടെ ഒന്നും ഇല്ലായിരിക്കും, യൂറോപ്യൻ ആയിരിക്കും കൂടുതൽ. ഇതെന്താ പെയിന്റിംഗ് ചെയ്ത? ഇത് അലക്സാണ്ടർ പ്രിൻസ് ഓഫ് പോൾട്ടാവ 1862.
പ്രിൻസ് ഓഫ് പോൾട്ടാവ 1862 പെയിന്റിങ്. This is oil on canvas. ഇതൊക്കെ ഓയിൽ പെയിന്റിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. കണ്ട് ആസ്വദിക്കാം, കണ്ട് മാർവൽ ചെയ്യാം. ഇതിന്റെ ഡീറ്റെയിൽ നോക്കണ്ട. അതിന്റെ ബാക്കിൽ ഹോസ്, അതിന്റെ ബാക്കിൽ ഹോസിൽ നിന്നുള്ള പൊടി പാറുന്നു. അവിടെയൊക്കെ ആൾക്കാരുണ്ട്, ഫ്ലാഗ്സ് ഉണ്ട് അവരുടെ കയ്യില്. ഇത്രയും വലിയ എങ്ങനെ വരച്ചിട്ടുണ്ടാവും? എങ്ങനെ വരയ്ക്കും? അതിനല്ലേ അവർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. എത്ര നാളെടുത്തിട്ടുണ്ടാവും തീരാൻ? സ്റ്റേറ്റ് റൂം. ദിസ് ഈസ് കോൾഡ് സ്റ്റേറ്റ് റൂം. And just see this. Oh my god. Ooh. എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല പ്രിയ. എങ്ങനെ ക്യാപ്ചർ ചെയ്യും? ഈ വ്ളോഗിലെ മൊത്തം ഞാൻ പറയുന്ന ഒരു ഡയലോഗ് ആയിരിക്കും. ഓ മൈ ഗോഡ് വാവ്, ഓ മൈ ഗോഡ് വാവ്. ഇത് മാത്രമേ ഞാൻ പറയണ്ടാവുള്ളൂ. കാത്രീനും പീറ്ററാന്ന് തോന്നുന്നത് പ്രിൻസ്. Just see this. നമ്മൾ വിചാരിച്ചു സമ്മർ പാലസ് കണ്ടപ്പോൾ ഒന്നുമില്ല, ചെറിയ രാജാവായിരിക്കുന്നത്. ഇത് ജയ്പൂരിനെ കുറച്ച് വെട്ടിക്കാൻ സാധ്യതയുണ്ട്. സത്യം. ഓ മൈ ഗുഡ്നസ്, വാട്ട് ആൻ ആബ്സല്യൂട്ട് ബ്യൂട്ടി. അതൊക്കെ പ്യൂർ സിൽവർ. ഇതൊക്കെ ഷാൻഡിലിയർ. ആ സീലിങ്ങിലൊക്കെ വർക്ക് നോക്ക്. അത് തന്നെയാ പറയാ, എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റേറ്റ് റൂം. ഇവിടെ ഇരുന്നായിരുന്നു മറ്റേ മെയിൻ മീറ്റിംഗ്സും ഡിസിഷൻസും. ഈവൻ ഒരു മെയിൻ പീറ്റർ ദ ഗ്രേറ്റ് ഇരുന്ന്. അതിനിട്ട് ത്രോൺസ് മാറിപ്പോയി. അതനുസരിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ മാറി. പക്ഷെ മെയിനായിട്ട് ഇത് ത്രോൺ റൂം തന്നെയായിരുന്നു. ബാ, എനിക്ക് രാജാവ് എന്ന് പറയുമ്പോൾ എന്താ പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്നറിയാം? ജഗതി ശ്രീകുമാറാണോ? ഇല്ല, ഇതെല്ലാം ഞങ്ങളുടെ പണി സാധനങ്ങളാ രാജാവേ. പ്രിയ ഇത് നോക്ക്. My God. ഇതെന്ത് റൂമാണെന്നറിയോ? ഗസ് ചെയ്യാലോ. Dining. No, dancing. Dance. Yeah, this is actually a ballroom, dance room. അതാ മേളിലൊക്കെ നിൽക്കും. Yeah. അവിടെയൊക്കെ നിന്ന് കാണാനായിരിക്കും. ഓഡിയൻസ് കാണാനായിരിക്കും മേളിൽ അതുപോലത്തെ പ്ലാറ്റ്ഫോംസ് ഒക്കെ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. രാജസ്ഥാനിൽ പോയപ്പോൾ ലേഡീസിന് കാണാൻ വിൻഡോസ് മാത്രമേ ഉള്ളൂ. അവിടെ അന്ന് തൊട്ടേ പെണ്ണുങ്ങളെ അടിച്ച് സപ്രസ് ചെയ്യുന്ന ഇതല്ലേ. ഇവിടെ അതൊന്നും ഇല്ല, ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാം. ഇവിടെയൊക്കെ നിന്ന് ഡാൻസ്, ഒന്ന് 2 ഡാൻസ് ചെയ്യും പറയാ. എല്ലാവരും വിചാരിക്കുന്നുണ്ട് മൈ ഗുഡ്നസ്, വാട്ട് ഈസ് ദിസ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും വാവ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കിത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാവ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. എന്നാലും എനിക്കും അറിയാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് കിട്ടുന്ന ആ സെയിം ഫീലിംഗ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും കിട്ടുന്നുണ്ടോന്ന്. ഇതൊക്കെ ലൈറ്റ്സ് ഒക്കെ ഒന്ന് അന്നത്തെ കാലം ഒന്ന് ആലോചിച്ച് നോക്ക്. 200 years ബാക്ക്, 250 years ബാക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇതെന്താണെന്നറിയോ പറയാ? വാർ ഗാലറിയാണ്. ഇവിടെ ഫൈറ്റ് ചെയ്ത്, റഷ്യക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് മരിച്ചവർക്കൊക്കെ മെമ്മോറിയലായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, നാടെന്ന് പറഞ്ഞാലും റഷ്യ എന്ന് പറഞ്ഞാലും ഇവർക്ക് റഷ്യക്കാർക്ക് ഭയങ്കര പേട്രിയോട്ടിക്കാണ്, ഭയങ്കരമായിട്ട് പ്രൗഡാണ് റഷ്യയുടെ ഹിസ്റ്ററിനെ കുറിച്ച്. സോ ദേ ഓൾവേസ് റിമെമ്പർ ദ പീപ്പിൾ ഹു ഫോട്ട് ഫോർ ദം, ഓൾവേസ്. അത് ഇപ്പോഴത്തെ സോൾജേഴ്സ് ആണെങ്കിലും പണ്ടത്തെ ഇതുപോലത്തെ ലീഡേഴ്സും ഫൈറ്റേഴ്സൊക്കെ ആണെങ്കിലും. ഇത് ആരാന്നറിയില്ല, പക്ഷേ 1801 തൊട്ട് 1825 വരെ. Maybe so he died in the age of 24. Oof. സംഭവം അല്ലേ? ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്നറിയോ? ഇരിക്കാൻ സ്ഥലമുണ്ട് ആൾക്കാർക്ക്, ഇരുന്ന് കാണാനും ടയേർഡായാലും റെസ്റ്റ് ചെയ്യാനും. രാജസ്ഥാനിലൊന്നും ഇത് അധികം ഇല്ലായിരുന്നു. ഡാഡിയൊക്കെ ബുദ്ധിമുട്ടിയതാണ്. ഡാഡി വരണ്ടായിരുന്നു. ഡാഡി ഒട്ടും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഭയങ്കരമായിട്ട് ഡാഡി എന്താ പറയുക, കാണേണ്ട ഒരു സ്ഥലമാണ് റഷ്യ. ഡാഡി ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ആൻഡ് ഭക്ഷണത്തിനും കുഴപ്പമില്ല, കാരണം ചിക്കൻ കിട്ടും, സോഫ്റ്റ് ഫുഡ് കിട്ടും, എല്ലാം ഒരു കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. എന്തായി? ഓ മൈ ഗോഡ്, ഓരോ റൂമിൽ കയറുമ്പോൾ ഇതേ നമുക്ക് പറയാനുള്ളൂ.
പ്രിയ, ഇത് 1780s പണിത റൂമാണ്. ഫോർ ജോർജ് ദ കോൺക്കറർ എന്ന് പറഞ്ഞ റൂളർ ഉണ്ടായിരുന്നു പുള്ളിക്ക് വേണ്ടി. ആൻഡ് ദിസ് ഇസ് ദ ഹാർട്ട് ഓഫ് ദ ബിൽഡിംഗ്. ഇറ്റ്സ് ദ ലാർജസ്റ്റ് ത്രോൺ റൂം. ഇവിടെയാണ് ഫോറിൻ അംബാസിഡേഴ്സിനെ റിസീവ് ചെയ്യുന്നതും. ഒഫീഷ്യൽ ഒൺലി റോയൽറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിഗ്നിറ്റീസ് ക്യാൻ എൻ്റർ ഹിയർ. ഓക്കെ, ഐ കൻ ഇമാജിൻ എല്ലാവരും ഇങ്ങനെ സൈഡിൽ സീറ്റിൽ നിരന്നിരിക്കുന്നതൊക്കെ. ഞാൻ വേറൊരു കാര്യം കാണിച്ചേരാം, ഇങ്ങോട്ട് വാ. ഇറ്റ്സ് ഇസ് ആബ്സല്യൂട്ട്ലി ഗ്രാൻഡ്. അതിൻ്റെ ഒന്നും അല്ല, പക്ഷെ വേറെ ചെറിയ ചെറിയ സാധനങ്ങൾ. ആ വേസും ഒക്കെ ഞാൻ കണ്ടില്ലേ? കണ്ടു. What a beautiful piece of work. Everything is art over here. Everything. ഇത്രയും ഓവർവെൽഡ് ആയിട്ടില്ല. വി തോട്ട് റഷ്യ ക്യാൻ സ്റ്റോപ്പ് സർപ്രൈസിങ് എന്ന് വിചാരിക്കും, പക്ഷെ വിടില്ല. നമ്മളെ സർപ്രൈസ് ചെയ്യാതെ വിടില്ല. മാത്രം ആർട്ടിസ്റ്റുകൾ ഉണ്ട് എന്നുള്ളത് ഇറ്റ്സ് ലൈക്ക്. അതെ, അത് ഇപ്പോഴും കാണാം ഇവരുടെ ബ്ലഡിൽ. സ്ട്രീറ്റിലൊക്കെ എത്ര ആർട്ടിസ്റ്റാ പെർഫോം ചെയ്യുന്നത്. The throne, Priya. The throne, where everything that matters happened. അല്ലെങ്കിൽ the person who mattered, അങ്ങേരായിരുന്നു അവിടെ ഇരുന്നത്. ജസ്റ്റ് ഇമാജിൻ ഹിസ് പവർ. ഇങ്ങനത്തെ ഒരു റൂമിൽ ആ ഒരു ത്രോണിൽ ഇരിക്കുന്ന ഒരാളുടെ പവർ ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രിയ, ഇത് റാഫേൽ സാന്റി എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലെ വൺ ഓഫ് ദ മോസ്റ്റ് റെപ്യൂട്ടഡ് പെയിൻറ്റേഴ്സ് ഉണ്ട്. പുള്ളിയുടെ ഒരു വർക്കായിരുന്നു ഇത്. അത് ഇപ്പോൾ ഇവിടെ ലുവാർ മ്യൂസിയം എന്ന് പറഞ്ഞാൽ വേൾഡിലെ ബെസ്റ്റ് മ്യൂസിയം വിച്ച് ഇസ് ഇൻ ഫ്രാൻസ്. അപ്പം ആ ഒരു മ്യൂസിയത്തിലെ വർക്കാണ് റാഫേൽ സാന്റി. 1483 ഇറ്റ് ഇസ് റിഗാർഡിങ് എ മദർ ആൻഡ് സം ചൈൽഡ്. ഒരുപാട് ഇന്ന മീനിങ് ഉണ്ട്. നമ്മൾ ആർട്ട് സ്റ്റുഡൻസ് അല്ലാത്തതുകൊണ്ട് വി കാൺ അനലൈസ് ഓൾ ദാറ്റ്. പക്ഷെ കണ്ട ഒരു ഹേലോ ഒക്കെ ഉണ്ട് കൊച്ചിൻ്റെ തലയുടെ മുകളിൽ. സോ ദർ ഇസ് സം ലോട്ട് ഓഫ് ഇന്നർ മീനിങ്സ്. കണ്ട റഫേൽ സാന്റി, ദ മാസ്റ്റർ പീസസ് ഫ്രം വേൾഡ്സ് മ്യൂസിയം. ഇത് ടെമ്പററി എക്സിബിഷൻസ് ഇവിടെ കുറേ വരും എന്ന് പറയുന്നത്. വേൾഡിലെ ബെസ്റ്റ് മ്യൂസിയംസിലെ കുറച്ച് എക്സിബിഷൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അത് ഇവിടെ പോവും, ആംസ്റ്റർഡാമിലേക്ക് പോവും, പാരീസിലേക്ക് പോവും. അങ്ങനെ ഇത് പാരീസിലെ മ്യൂസിയത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ആൻഡ് ഇറ്റ് ഇസ് എ പെയിൻറ്റിങ് ഇസ് കോൾഡ് എന്താണ്, മഡോണ ആൻഡ് ചൈൽഡ് വിത്ത് സെയിൻറ്റ് ജോസഫ് ദ ബാപ്റ്റിസ്റ്റ്. അതാണിപ്പോൾ നമ്മൾ കണ്ട പെയിൻറ്റിങ്. ഇതൊക്കെയാണ് ആർട്ട് മാസ്റ്റർ പീസസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ടെമ്പററി എക്സിബിഷൻസ് ആണ്, വേറെ മ്യൂസിയത്തിൽ നിന്ന് വരുന്നതാണ്. ഇതിൻ്റെ പേര് സെയിൻറ്റ് ലൂക്ക് ഡ്രോയിങ് എ പോർട്രേറ്റ് ഓഫ് ദ വെർജിൻ. അതാണ് ഈ പെയിൻറ്റിങ്. ദിസ് ഓൾസോ ഫ്രം ലോവർ മ്യൂസിയം, പാരീസ്. ഇതൊക്കെ ഡോർ ഹാൻഡിൽസ് ആണെന്ന് തോന്നുന്നു പ്രിയ. 15th century. വൈ ഇസ് ലൈക്ക് അന്നത്തെ കാലത്തെ ക്വാളിറ്റി ആൻഡ് ദ വർക്ക്മെൻഷിപ്പ് ഇസ് സോ നൈസ്. ആൻഡ് ഇന്ന് കുറഞ്ഞു വരുന്നത് അല്ലേ? സപ്പോസ് ബി ദ ഓപ്പോസിറ്റ്, നോ? 6 and 7 is a key. ഓ, ഇത് കീയാ? ഓക്കെ. ഇതെല്ലാം കാണിച്ചും പറഞ്ഞു നമുക്ക് പോകാൻ പറ്റില്ല. ഗൈസ് നോ നമ്മൾ ജസ്റ്റ് നമ്മൾ തന്നെ മൊത്തം കാണാൻ പറ്റില്ല. ഒരു 10% കാണാൻ പറ്റുള്ളൂ 2 hours. പക്ഷേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് കാണിക്കും, ജസ്റ്റ് സോ ദാറ്റ് യു ഗെറ്റ് ഇൻസ്പയർഡ് ടു കം ഹിയർ. അതിനാണ് ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് കാണിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഇരുന്ന് ഓരോന്ന് കണ്ടും ആസ്വദിച്ചും വായിച്ചും ചരിത്രം അറിഞ്ഞും പോകണം. ബാ. ഓ മൈ ഗോഡ്, ഓരോ റൂമിലേക്കും വന്ന് കയറുമ്പോൾ ഇറ്റ്സ് എൻ ഇവന്റ് അല്ലേ? ഓരോ റൂം ഇസ് എൻ ഇവന്റ്. വെറുതെ വന്ന് കയറാൻ പറ്റില്ല. എവറിത്തിങ് ഇസ് ഡു നോട്ട് ടച്ച്. 19th century ടേബിൾസ്, എവറിത്തിങ് ഇസ് പീസ് ഓഫ് ആർട്ട്. അല്ലാതെ വെറുതെ വെച്ചിരിക്കുമല്ലോ കേട്ടോ. ആൻഡ് ദി ബാങ്ക്സ് ഓഫ് നേവ റിവർ ആൻഡ് ദിസ് വാസ് ആക്ച്വലി എ വിന്റർ പാലസ്, നോ? അതിൻ്റെ അല്ലേ മ്യൂസിയം ആയത്. ഓൾ ദ സാസ്, ഓൾ ദ പ്രിൻസസ് യൂസ് ടു ലിവ് ഹിയർ, കിങ്സ്. ടേബിൾസ് ഒക്കെ നോക്ക്. What a beautiful place. Oh my God, Priya, നോക്ക്. What is this? ഷാൻഡ്ലേഴ്സ് ഒക്കെ വേറെ ലെവലാണ്. അത് വിട്, ഇപ്പുറത്ത് നോക്ക്. അത് നോക്ക് പ്രിയ. Oh my God. What is this? Owl, ഒരു hen and a peacock in the golden tree. Oof. എന്താവും ഇത്? ഇതിന്റെ എവിടെയെങ്കിലും തപ്പി പഠിക്കണം എന്താ സംഭവം. ഗോൾഡ് പ്ലേറ്റഡ് ആയിരിക്കും അല്ലേ? യാ, ചിലപ്പോൾ സോളിഡ് ഗോൾഡ് ആയിരിക്കും. ഹൂ നോസ്? സീ അവിടെ നോക്ക് പ്രിയ. ദിസ് ഇസ് an 18th century. ഇറ്റ്സ് എ ക്ലോക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ് മൂവ്സ്. ഇത് അവിടെ വീഡിയോയിൽ കാണിക്കാം. ഇറ്റ് മൂവ്സ്. 18th century ഉണ്ടാക്കിയ സംഭവമാണിത്. മൈ എന്തൊരു ഐഡിയ നോക്ക്. മൈ ഗുഡ്നസ്, എന്തിനാണ് ഇങ്ങനത്തെ ക്ലോക്ക്? ഈ ക്ലോക്ക് മതിയോ വീട്ടിൽ? പിന്നെ എന്താണിത്? ആ ടി വി കാണിച്ചു തരാം കേട്ടോ. അതിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ വർക്കിംഗ് മെക്കാനിസം അറിയാം.
കണ്ട ഇതുപോലെ ചിറക് ഫെദേഴ്സൊക്കെ ലിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഫെദേഴ്സൊക്കെ താത്തി വെച്ചിരിക്കുകയാണ്. ആ ടൈമാ ഏതൊക്കെയോ കണ്ട അനങ്ങും അങ്ങനെ. എന്ത് ശബ്ദമായിരിക്കൂലേ? പീകോക്കിന്റെ വല്ല ശബ്ദമായിരിക്കും ചിലപ്പോ. ഐ എം സോ ഹാപ്പി ഇതൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റിയതും പ്ലസ് ഓബ്വിയസ്ലി എനിക്കും കാണാൻ പറ്റിയതും. 1766 കണ്ട പീകോക്ക് ക്ലോക്ക്. നിങ്ങളപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി ഗൂഗിൾ ചെയ്ത് ഫുള്ളായിട്ട് ഹിസ്റ്ററി പറയാം. എന്നിട്ട് ഈ വീഡിയോ ഒന്നും കൂടെ കണ്ടു നോക്കാം. മോർ ഫീലിംഗ്സ്. ഇതിൻ്റെ മെക്കാനിസം ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. വൈൻഡിങ് ക്ലോക്ക് ആണല്ലോ പ്രിയ. ഇത് ഹാങ്ങിങ് ഗാർഡൻ. ഇത് സെക്കൻഡ് ഫ്ലോർ അല്ലേ? നമ്മുടെ മേളിൽ കയറി വന്നില്ലേ? ഇറ്റ്സ് എ ഗാർഡൻ ഇൻ ദ സെക്കൻഡ് ഫ്ലോർ വിത്ത് ആൻ അഡ്വാൻസ് അണ്ടർഗ്രൗണ്ട് ഇറിഗേഷൻ സിസ്റ്റം. അന്നത്തെ കാലത്ത് യു കാൻ ഗോ ദർ. എന്താ അല്ലേ? സ്റ്റണ്ണിങ് എന്നല്ലാതെ വേറെ ഒന്നും വേർഡ് ഉണ്ടോ? ഇത് നോക്ക്, ഗാർഡനിലിട്ട ഇതാ സീറ്റിങ്സ്. ഇങ്ങനെ സൈഡിൽ വെള്ളമൊക്കെ വീഴുന്നു. ഇപ്പോഴും ചെറുതായിട്ട് വീഴുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വെള്ളം വീഴുന്നു. ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ്. ക്വീൻസിനായിരുന്നു, റോയൽ ക്വീൻസും ലേഡീസും. ഈ മാർബിളൊക്കെ നോക്ക്, മുകളിലത്തെ വർക്ക് നോക്ക്. ഇതെന്താ ഇത് സംഭവം? ഏത്? അത് അറിയില്ല, വായിച്ചു നോക്കണം. ഇതൊക്കെ എന്ത് ഭംഗിയാ. അത് കണ്ട, അതിലൊക്കെ റോസിന്റെ തന്നെയാണ്. ആ ടേബിളിലെ ഡിസൈൻസ്, റോസിന്റെ ഡിസൈൻ, അപ്പോളിസ്ട്രിയിലും റോസ്, ബിക്കോസ് ഇറ്റ്സ് എ ഗാർഡൻ ചെയർ. ആൻഡ് ഗോൾഡൻ കളർ. ഗോൾഡൻ, യാ. ഇത് ആക്ച്വലി റീക്രിയേഷൻ, ഇത് ഒറിജിനൽ അല്ല. ഇത് ഇറ്റലിയിൽ ഇങ്ങനത്തെ ഒരു 18th സെഞ്ച്വറിയിൽ ഒരു എക്സ്കവേഷൻ ടൈമിൽ കണ്ടുപിടിച്ചത് ഈ ഒരു വർക്ക്. അതിന്റെ റിപ്ലിക്ക ഇവിടെ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇറ്റലി പോയാൽ ശരിക്കും കാണണോ? പിന്നെ അപ്പൊ ഇറ്റലി പോകണോ? പിന്നെ ആൻഡ് സ്റ്റെയർ കേസ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ക്ലോസ്ഡ് ആണ്. പക്ഷെ സി ഓൾ മാർബിൾ, ഓൾ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് മാർബിൾ. വൈറ്റ്, പിങ്ക്, സം ലൈറ്റ് ബേജ് കളർ ആൻഡ് ഗോൾഡൻ വർക്ക്, ഗോൾഡൻ ഗ്രിൽസ്. This is called royal living, royal life. ഇത് പിക്ചർ റൂംസ് ആണ്. ഒരുപാട് പഴയ ടൈപ്പ് പിക്ചേഴ്സും പെയിൻറ്റിങ്സും ഡ്രോയിങ്സും അങ്ങനത്തെ ഒക്കെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഓബ്വിയസ്ലി ഓൾ ആർ റിലീജിയസ് ബേസ്ഡ്, ക്രിസ്ത്യാനിറ്റി ബേസ്ഡ്. റഷ്യ അറിയാലോ, ഓർത്തഡോക്സ്, വളരെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കൺട്രിയാണ്. അങ്ങനെ അതിൻ്റെ ഒരു പെയിൻറ്റിങ്സ് ആണ് ഇതിൽ മൊത്തം ചെയ്തിരിക്കുന്നത്. എവറിത്തിങ് ഇസ് സച്ച് എ പീസ് ഓഫ് മാസ്റ്റർ പീസ്. വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ല. സോ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ. അതിൽ മാത്രമല്ല, ഈ ചെറിയ പില്ലേഴ്സിലൊക്കെ അവർ വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ റിലീജിയസ് പെയിൻറ്റിംഗ് ആണ്. എത്ര ഹോൾസാണെന്നറിയാം ഞങ്ങളിങ്ങനെ നടന്ന് കവർ ചെയ്യുന്നത്. എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞ പോലെ. പക്ഷേ ഇതൊക്കെ ഫുൾ മേ ബി ഒരു ക്ലോസിങ്ങിൻ്റെ ഒരു 10-20 റൂമുണ്ട് പെയിൻറ്റിങ്സ് വെച്ച് തന്നെ. ഇത് കാണാതെ പോയല്ലേ? ഇത് ഡാവിൻഷിയുടെ ആണോ ഇനി ഡാവിൻഷിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഡാവിൻഷിയുടെ പേരുണ്ടോ പെയിൻറ്റിങ്ങിൽ? മഡോണ ആൻഡ് ചൈൽഡ്. കണ്ട, വിൻചി 1452. ഡാവിൻഷിയുടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കൂലല്ലോ, അറിയില്ല. നോക്ക്, ഇറ്റ്സ് കോൾഡ് തിയേറ്റർ റൂം. ഒരു ബ്ലൂ പേസ്റ്റൽ ഷെയ്ഡ്സ് വെച്ച്. പൗഡർ റൂം. വ്യൂ നോക്ക്, കണ്ട റൂമിൽ നിന്നുള്ള വ്യൂ. എവിടെ നോക്കിയാലും ഇതാ വ്യൂ. ഫുൾ ഇതിനെ കാട്ടി വലിയൊരു എന്താ സീ ഫ്രണ്ട് പാലസ് കാണുമോ? എനിക്ക് തോന്നുന്നില്ല. എന്താ അല്ലേ? സീ ഫ്രണ്ട് അല്ല, റിവർ ഫ്രണ്ട് അല്ലേ? പക്ഷേ അതെ, ബോംബെയില്. അതാ ഇന്ത്യക്ക് മാത്രമേ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു, ഇത്രയും ചരിത്രമായിട്ട്. റഷ്യ ആൻഡ് ഇന്ത്യ സംഭവം തന്നെ. ദിസ് റൂം ഇസ് ഫുൾ ഓഫ് ഇറ്റാലിയൻ ആർട്ട്. എല്ലാം ഇറ്റലിയിൽ നിന്നാണ്. റഫായൽ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെയാണ്. നമുക്കിതെല്ലാം കാണിച്ച് പോകാൻ പറ്റില്ല പ്രിയ അല്ലേ? വാട്ട് ഇസ് ദിസ്? ഓരോ പെയിൻറ്റിങ്ങും കാണിക്കുന്നുണ്ട്. മാസ്റ്റർ പീസ് ഇതുപോലെ ഒരു കാർപ്പറ്റാണ്. കാർപ്പറ്റായിരുന്നു ഒരു മെയിൻ ക്യാൻവാസ് അന്നത്തെ കാലത്ത്. ഇതിൽ ഫോർ എക്സാമ്പിൾ കുറേ പ്ലേറ്റ്സും ക്രോക്കറിയും. അതുകൊണ്ട് പ്രിയ ഇപ്പോൾ കുറേ സമയം എടുക്കാൻ സാധ്യതയുണ്ട് ഇവിടെ. ഇങ്ങനത്തെ ഒക്കെ വർക്കാണ് ഇവിടെ മൊത്തം. എങ്ങനെ കാണിക്കും? ഇത് പറ്റുന്നില്ല. പക്ഷെ ക്യാമറ ഓഫ് ചെയ്യാനും പറ്റുന്നില്ല അല്ലേ? എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് പോകാൻ പറ്റുന്നില്ല. ഇതൊക്കെ ആർട്സാണ്, പെയിൻറ്റിങ്സും ആർട്ട് വർക്ക്സും. ഇസ് സറൗണ്ടഡ് ബൈ ദീസ്
ക്രേസി മാസ്റ്റർ പീസസ്. പ്രിയ നേരെ പോവാം, അവിടെ എന്തുണ്ട്? ഇത് നൈറ്റ്സ് ഹാൾ, സോൾജേഴ്സിൻ്റെ, ഇവിടുത്തെ സോൾജേഴ്സിൻ്റെ കോസ്റ്റ്യൂംസ് ആണ്. എന്ത് വെയിറ്റ് ആയിരിക്കും എന്നറിയത്. ഇതിട്ടായിരുന്നു അവർ ഫൈറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയല്ലേ ബോഡിയിൽ താങ്ങുന്നു ഇത്രയും വെയിറ്റ്? അന്നത്തെ ആൾക്കാർക്ക് അത്ര. അത് നോക്ക് പ്രിയ, ഹോസിന് വരെ ആർമറാ. ഈ ഒരു സൈസിൽ സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആലോചിച്ച് നോക്ക്, പേടിയാവില്ലേ? അപ്പൊ തന്നെ നമ്മൾ തട്ടിപ്പോകും. ഇതുപോലെയായിരുന്നു പണ്ട്. എന്താ ഇത്? എങ്ങനെ ഇത് ഓരോന്ന് കണ്ട് ഒബ്സർവ് ചെയ്ത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ പോലും തീർക്കാൻ പറ്റില്ല. എവ്രിവെയർ ഇസ് ആർട്ട്. ആർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ലുക്ക് പോകുന്നത് ആ ഒരു ഗ്രാൻഡ് സീലിംഗിലേക്ക് തന്നെയാണ്. റൂംസ് ആൻഡ് റൂംസ് ആൻഡ് റൂംസ് ഓഫ് ആർട്സ്. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വേറെ, ഇനി നേരെ നോക്കിയാൽ വേറെ. ഇത് റൂം മൊത്തം റഷ്യൻ ആർട്ടാണ്. അതാണ് റഷ്യയുടെ ഒരു എസെൻസ് കണ്ട. ഫിഷും മീറ്റും ഒരു റോനസും വൈൽഡ് ബേഴ്സ്, ഡോഗ്സ്, കംപ്ലീറ്റ് റഷ്യയുടെ ഒരു ഫീലിംഗ് ആണ് ഈ ഒരു റൂമിൽ. ഇങ്ങനത്തെ 3 റൂംസ് ഉണ്ട്. വേറെ ഫുള്ളി മെയ്ഡ് ബൈ റഷ്യൻ ആർട്ടിസ്റ്റ്. ഇത് സ്കൾപ്ചേഴ്സ് ആണ്. ഇതിൻ്റെയൊക്കെ ഏജ് അറിയാവോ? 3rd century എക്വയർ ചെയ്താണ്. ബസ്റ്റ് ഓഫ് എ മാൻ. ഇത് 2nd century ഹാഫിൽ. ജസ്റ്റ് ഹൗ ഓൾഡ് ഇസ് ഓൾ ദിസ്? 2nd century ഹാഫിൽ. അങ്ങനെ ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്. ഇത് 2nd century AD മാർബിൾ. ഫസ്റ്റ് ഹാഫ് ഓഫ് 2nd century. സംഭവം തന്നെയല്ലേ. ഇത് ഗ്രീക്കിൻ്റെയാണ്, 5th century മാർബിൾ. അങ്ങനെ എന്തോരം വർക്കാന്ന് നോക്ക്. ചരിത്രം പ്രിസർവ് ചെയ്തിരിക്കുന്ന ഒരു റൂമേ. ഇതിൻ്റെ സെൻറ്റർ പീസ് എന്താണെന്നറിയോ? കാണിച്ചു തരാം. ഇതാണ് സെൻറ്റർ പീസ്. 1st century സ്റ്റാച്യു ഓഫ് ജൂപ്പിറ്റർ. ജസ്റ്റ് സീ ദിസ് 1st century ഉണ്ടാക്കിയത്. അന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ ശരിക്കും കണ്ടു കാണും ഇതുപോലത്തെ ഗോഡ്സിനെയൊക്കെ. അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുമോ? ഹൂ നോസ്. ഹിസ്റ്ററി ഈസ് ഓൾവേസ് എ മിസ്റ്ററി. പക്ഷേ ഇതെന്താണെന്നറിയോ പ്രിയ? ഒന്നുമല്ല, ഒരു റിച്ച് റഷ്യൻ ഹോംസിൻ്റെ നടുക്ക് വെക്കുന്ന ജസ്റ്റ് ഒരു സെൻറ്റർ പീസാണ്. ജസ്റ്റ് സെൻറ്റർ പീസ്. അതാണ് റഷ്യ എവറിത്തിങ് ഇസ് ഹ്യൂജ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കണ്ടില്ലേ? ഇത് ജസ്റ്റ് ഒരു വീടിൻ്റെ സെൻറ്റർ പീസാണ്. നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു നാട്ടിലത്തെ വീടിൻ്റെ ഒരു റൂം ഫില്ല് ചെയ്യാനുള്ള അത്രയുണ്ട്. ചുറ്റി കാണിച്ചു തരാം നോക്ക്. ഇത്രയും വലുതാണ് ഈ സംഭവം. അത് തന്നെ ഞാൻ പറഞ്ഞിപ്പോൾ. എന്താ പറഞ്ഞ? ഇത്രയും വലിയ സെന്റർ പീസ് വെക്കണമെങ്കിൽ എത്ര വലിയ റൂമായിരിക്കണം. അതെ, വീടിന്റെ സൈസ് ഉണ്ടല്ലോ. ആലോചിച്ച് നോക്ക്. വീടിന്റെ സൈസ് സീലിംഗോ? എന്താ? പണ്ടത്തെ പ്രിൻസസിന്റെ രാജ്ഞിയുടെ നാഗപടമാണ്. ഇതൊക്കെ ഏത് സെഞ്ചുറിയാ? 3rd century കണ്ടത്. ജെംസ് ഇൻ ഏഷ്യൻ ജുവല്ലറി. നാഗപടവും കാശ്മാലയൊക്കെ. പക്ഷെ ഇന്നത്തെ വില ആയിരിക്കില്ല ഈ സാധനത്തിന്. എന്ത് പ്രൈസ്ലെസ് ആയിരിക്കും ഇത്. പ്രൈസ് ഇല്ല, പറയുന്ന വില. ഇത് അപ്പുറത്തും ഉണ്ട് കുറച്ച് ജുവൽസ്. ഇതൊക്കെ ജുവൽ റൂമാണ്. ഇതൊക്കെ 1 കോടി എന്ന് പറഞ്ഞ 1 കോടി. 50 കോടി എന്ന് പറഞ്ഞാൽ 50 കോടി. ഇതൊക്കെ ജുവൽ റൂമാണ്. ഇത് കാശുമാല. പണ്ടത്തെ രാജ്ഞിയുടെ കാശുമാല. അതും കാണാൻ പറ്റി. ഇതൊക്കെ പറയാ പഴയ ഇതാ, എന്താ പറയാ, ശവപ്പെട്ടി. വർക്ക്. അതിന്റെ അകത്തെ വർക്ക്. This is so scary, no? ഇതിനകത്ത് എങ്ങനെയല്ലേ കിടക്കുക? ആലോചിക്കാൻ വയ്യ. അത് നോക്ക് എന്ത് വലുതാണ്, ഗ്രാൻഡാണ്. എനിക്കിത് തന്നെ ഞങ്ങൾ ടർക്കി പോയപ്പോൾ കണ്ടിരുന്നു. പക്ഷെ അതിൽ ശരിക്കുള്ള ഒരു ഡെഡ് ബോഡി, മമ്മിഫൈഡ് ബോഡി ഉണ്ടായിരുന്നു. കോഫിൻസ്. ഓരോ ടൈപ്പ് കോഫിൻസ്. ഇതൊക്കെ ടെമ്പററി ആണ്. നമുക്ക് ആഫ്രിക്കൻ മാസ്ക്സ് ആണ്. 19th and 20th century ആഫ്രിക്കൻ മാസ്ക്സ്. ഇങ്ങനെ കുറേ ടെമ്പററി ഞാൻ പറഞ്ഞ എക്സിബിഷൻസും ഇവിടെ നടക്കും. അടിപൊളി സംഭവം. പ്രിയ ഫൈനൽ ഇത് ഈജിപ്തിൻ്റെ എക്സിബിഷൻസാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അറിയാമല്ലോ എന്നല്ല, ഒരു കുറച്ച് ഫെമിലിയർ ആയിരിക്കില്ലേ ഇങ്ങനത്തെ ഈജിപ്തിൻ്റെ ഓരോ സ്കൾപ്ചേഴ്സും ബിൽഡിങ്സും ഒക്കെ. ഏറ്റവും കൂടുതൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഹിസ്റ്ററി ശരിക്കും ഈജിപ്തിൻ്റെ തന്നെയാണ്. ഇത് ഗോഡസ് ആണ്. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി 14th century BC-ലെയാണ് ഈ സ്റ്റോൺ വർക്ക്.
ഇതൊക്കെയാണ് മമ്മിഫൈ ചെയ്ത് ഇടുന്ന സ്റ്റോൺസ് പ്രിയ. ഇതാണ് ഈജിപ്ഷ്യൻ ഡു നോട്ട് ടച്ച് ദി ആർട്ട് വർക്ക്സ്. ഇത് മമ്മിയല്ല, ഇതിൻ്റെ അകത്താണ് മമ്മീനെ വെച്ചുകൊണ്ടിരുന്നത് ഓരോ സിമ്പിൾസ് ഒക്കെ വെച്ച്. അല്ലേ നമ്മൾ ഈജിപ്തിൽ കാണുന്ന മമ്മീസ് ഇതല്ലേ? അല്ലല്ല, അല്ലേ? സംഭവമാണ് ശരിക്കും ഈജിപ്റ്റ്. ഇതിൻ്റെ അകത്ത് ഇത് ആക്ച്വലി കണ്ട, ഇത് പ്രിൻസിൻ്റെ ആണ്, ഏതോ ആർമി പ്രിൻസിൻ്റെ ആണ്, 6th century. ഇതിൻ്റെ അകത്ത് ബോഡി മമ്മിഫൈ ചെയ്തിട്ട് വെക്കും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് സ്റ്റോൺ. ദിസ് ഈസ് സ്റ്റോൺ. ഇതേ അവിടെ ഉണ്ട് വേറെ, കണ്ട? ഓ യാ, ഞാൻ അതാ കണ്ടിരിക്കണേ. യാ, ഇതും ഇതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻസ് ഏറ്റവും ഫെമിലിയർ ആയിരിക്കുമല്ലോ, മമ്മിയുടെ മൂവിനൊക്കെ ഫെമിലിയർ അല്ലേ. ഇത് ആക്ച്വലി കോഫിനാണ് പ്രിയ. ഇതിൻ്റെ അകത്ത് ബോഡി ഇങ്ങനെ ബാൻഡേജിൽ ചുറ്റി പ്രിസർവ് ചെയ്ത് മമ്മിഫൈ ചെയ്യും. ദിസ് ഈസ് റിയൽ മമ്മി ഓഫ് ദ പ്രീസ്റ്റ്. ഇത് റിയൽ പറയാ, ഇറ്റ്സ് എ മമ്മി ഓഫ് എ പ്രീസ്റ്റ് എന്ന്. Is it real? അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഓ മൈ ഗോഡ്, It is not real. ഇറ്റ് ഈസ് അങ്ങനെ എഴുതി See the വെച്ചിരിക്കുന്നത്. leg and all. അതങ്ങനെ റോട്ടൻ ആയതാ പറയാ, അവർ വെറുതെ എഴുതി വെക്കും മ്യൂസിയത്തിൽ. 7th century ബോഡിയാണ്. ഇറ്റ്സ് എ മമ്മിഫൈഡ് ബോഡി. ബാ, എന്തായാലും കറക്റ്റ് സമയത്ത് വേദമോന് എഴുന്നേറ്റല്ലേ, കംപ്ലീറ്റ് കഴിഞ്ഞപ്പോ ഇറങ്ങാറായപ്പോ. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും എങ്ങനെ ഷൂട്ട് ചെയ്താനെ? ഷൂട്ട് ചെയ്യുന്ന മാത്രം എങ്ങനെ നടക്കും? ആ അതെ, ഞാൻ എടുക്കേണ്ടി വരും. എടുക്കാൻ പറ്റുമോ? അതുമില്ല. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ട്രാൻസ്പോർട്ടഡ് ടു അനദർ വേൾഡ്. വാക്കിംഗ് ത്രൂ ഹിസ്റ്ററി. വാക്കിംഗ് ആൻഡ് ആക്ച്വലി ഈവൻ ലിവിംഗ് ത്രൂ ഹിസ്റ്ററി എന്ന് പറയാം. എന്തായാലും ഒരു അമേസിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ വെച്ച് മസ്റ്റ് വിസിറ്റ്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, വെദർ ഇൻട്രസ്റ്റഡ് ഓർ നോട്ട് ഇൻട്രസ്റ്റഡ് ഓർ ലീസ് ബോതേർഡ്, വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ജസ്റ്റ് 500 rupees ഉള്ളൂ ഓൺലൈനിൽ ടിക്കറ്റ്. അതിശയം. അതെ, ഇവിടെ ഇരിക്കുന്ന കോടികളുടെ വിലയുള്ള സാധനങ്ങൾ, കോടികളല്ല, പ്രൈസ്ലെസ് ആയിട്ടുള്ള സാധനങ്ങളുടെ ഇവിടെ വന്ന് കാണാൻ 500 രൂപ. പക്ഷേ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാൻ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ കോവിഡ് ആയിട്ടും ടൂറിസ്റ്റ് ഇല്ലാഞ്ഞിട്ട് വരെ ഞങ്ങൾക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്. ഇപ്പം മൺഡേ വേണമെങ്കിൽ വെനസ്ഡേ ടിക്കറ്റ് വേണമെങ്കിൽ മൺഡേ ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ. സോ ടിക്കറ്റ് ഓൺലൈൻ എടുക്കുക, ഹെർമിറ്റാജിൻ്റെ വെബ്സൈറ്റിൽ പോയി എടുത്താൽ മതി. 500 രൂപ. ടൈം സ്ലോട്ടൊക്കെ ഫിക്സ് ചെയ്യുക. ആ ടൈം സ്ലോട്ട് കഴിഞ്ഞിട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാനും പറ്റില്ല, കയറാനും പറ്റില്ല. പക്ഷെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നില്ല, കാരണം നമ്മൾ ഇങ്ങോട്ട് ധൃതി പിടിച്ചാൽ നടന്നു വന്നത്. പക്ഷെ നടന്നു വന്ന വഴി എങ്ങനെ ഉണ്ടായിരുന്നു? കോഫിയുടെ മണം. നമുക്ക് വെളിയിൽ പോയി കുടിക്കാം. അപ്പോൾ ഞങ്ങൾ ആ വന്ന വഴിയും എല്ലാം കാണിച്ചു തന്നിട്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് തന്നെയാണ്. എന്തൊരു വൈബാന്നറിയാം, ഇപ്പം നിങ്ങൾക്ക് കാണാം. ഇറങ്ങി വരുമ്പോൾ തന്നെ എന്തൊരു ഫീലല്ലേ, മ്യൂസിക്കും. ഇതാണ് പാലസ് ഔട്ട്ഡോറെ കാണിച്ചല്ലേ. ഇത് വേറെ സൈഡിൽ നമ്മൾ ഇറങ്ങിയത്. എന്തോ അതെ, സമ്മേഴ്സ് അല്ലേ ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഫൗണ്ടൻസ്, അതെ. ഇവിടെ പക്ഷെ കുറച്ച് അഴുക്കുണ്ട്. 2-3 ടിഷ്യൂ പേപ്പർ താഴെ കണ്ടു. ഒന്ന് സമാധാനമായി. സമയം 7:58. സൺലൈറ്റ് നോക്ക്, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അത്രയും വൈറ്റ് നൈറ്റ്സിന്റെ സ്ഥലമാണല്ലോ സെയിന്റ് പീറ്റേഴ്സ്ബർഗ്. അതല്ലാതെ മനസ്സിനൊരു സന്തോഷമില്ലേ പ്രിയ? അല്ലേ, ഇങ്ങനെ മാസ്കും ഇല്ലാതെ ആൾക്കാർ നടക്കുന്നു, കൊച്ചു ബേബീസ്, കുട്ടികള്, എല്ലാരും ഹാപ്പിയാ. എവിടെ പോയാലും ടാലന്റ്, അത് അത്രയും ടാലന്റ് ഉണ്ട് പ്രിയ. പീപ്പിൾ അപ്രീഷിയേറ്റ് ടാലന്റ് ഓഫ് ഹിയർ. പാട്ട് പാടുവാണെങ്കിൽ യു കൻ ബി എ സിംഗർ. അവരങ്ങനെ തന്നെ കരിയർ ഓപ്ഷൻ തന്നെ കൊടുക്കുവേ. അത് നോക്ക്, തലയില്ലാത്ത ആള്, തലയില്ലാത്ത മനുഷ്യൻ. What a beautiful place. What a beautiful place. Take a picture. Picture, he'll ask 1,000 rupees. No, he's taking it everyone. ഹെഡില്ല വേദു, പേടിച്ചു പോയി. ഇത് കണ്ടോ, സൂപ്പർ വ്യൂ, സൂപ്പർ വൈഡിലൊക്കെയാണ് എടുക്കുന്നത്. മൊത്തം റെസ്റ്റോറൻറ്റ്സും, ഇവിടുന്നാണ് നമ്മുടെ എൻട്രൻസ് വന്നത്. മൊത്തം റെസ്റ്റോറൻറ്റ്സും കഫേസും ഇതുപോലെ ഔട്ട്ഡോർ ഹീറ്ററൊക്കെ വെച്ചിരുന്ന് നല്ല ഭംഗിയിലുള്ള ഡൈനിങ്ങും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ സെറ്റിൽ ചെയ്താലോ? സെയിന്റ് പീറ്റേഴ്സ്ബർഗ് അല്ലേ? ഇപ്പൊ ഉള്ള താമസിക്കുന്ന ഫ്ലാറ്റ് തന്നെ വാങ്ങിയാലോ അല്ലേ? ബെറ്റർ ആണ്. എന്തൊരു സംഭവമാണ്, ഫെസിലിറ്റീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. വന്ന് താമസിച്ചാൽ മതി, ഒന്നും ചെയ്യണ്ട. അതെ, എന്തായാലും അടിപൊളിയാണ്. ഇനിയിപ്പം ഹോപ്പ് യു ഗൈസ് എൻജോയ് ടുഡേസ് വ്ളോഗ്. സെയിന്റ് പീറ്റേഴ്സ്ബർഗിന്റെ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. ഇനി നമുക്കൊരു കോഫി കുടിച്ച് റൂമിൽ പോവാം അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി എന്തായാലും അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ പറ. വ്ളോഗ് കഴിഞ്ഞു, പക്ഷെ ഇതും കൂടെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു അഡിക്ഷൻ അല്ലേ, സിർണിക്കി മസ്റ്റ് ട്രൈ.
പിന്നെ ഹീലിൻ്റെ കുറേ പുതിയ ഫ്രൂട്ട് ഫ്ലേവേഴ്സ് സോപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഓറഞ്ച് ഉണ്ട്, റോസ് ഉണ്ട്, പിന്നെ ലാവൻഡറിൻ്റെ ഒരു സംഭവമുണ്ട്, ചെറി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ടൈപ്പ് സോപ്സ്, ചാർക്കോളുണ്ട്, ഒരുപാട് ടൈപ്പ് സോപ്സ് ഉണ്ട്. ഈ സോപ്സ് ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, നാട്ടിൽ വന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ OHF30 എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിച്ച് ഹീലിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ 30% ഓഫ് കിട്ടും. ഒരുപാട് പുതിയ ടൈപ്പ് സോപ്സ് ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.